നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇറാനിലേക്ക് തന്നെയാണ്. ഇറാനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ വെസ്റ്റേൺ മീഡിയയിൽ വ്യാപകമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുന്നത് ഇറാനിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഇത്തരം വാർത്തകളുടെ സത്യാവസ്ഥ? കുറച്ച് ദിവസമായി ഇറാനിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു വാസ്തവമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇറാന്റെ കറൻസി അത് തകർച്ച നേരിടുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെഷസ്കിയൻ ജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞത് പാശ്ചാത്യ ശക്തികൾക്ക് തങ്ങളെ യാതൊരു വിധത്തിലും മുട്ടുകുത്തിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം അവർക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ ഇപ്പോൾ ആയുധമാക്കിയിരിക്കുന്നത് സാമ്പത്തിക ഉപരോധങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പെഷസ്കിയൻ തുറന്നു പറയുന്നുണ്ട്, ജനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, അത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല എന്ന് തന്നെ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന തന്നെയാണ്. അതായത് ജനങ്ങളുടെ പരാതി അത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ഇറാൻ ലക്ഷ്യമിടുന്നത് അത് പ്രശ്ന പരിഹാരം തന്നെയാണ്. ഇറാനെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിച്ച ആ കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ ഉപരോധങ്ങളാണ്. രണ്ടാമത്തേത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ. അതുപോലെ തന്നെ ഇറാന്റെ എണ്ണ കയറ്റുമതി അത് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ. അതുപോലെ തന്നെ ബാങ്കിംഗ് സംവിധാനങ്ങളിൽ നിന്നുള്ള പുറത്താക്കൽ. ഇവയെല്ലാം ചേർന്നുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ 4 വശത്തു നിന്നും ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം, ഇത്തരം പ്രതിഷേധങ്ങൾ അത് സ്വാഭാവികമാണോ എന്നുള്ളത് തന്നെയാണ്. അതോ ഇത്തരം പ്രതിഷേധങ്ങളിൽ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ എന്നൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. അൽ ജസീറയുടെ തന്നെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ട്രംപ് പറയുന്നത് ഇറാനിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടാൽ അമേരിക്ക ഇടപെടുമെന്നാണ് ട്രംപ് ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രസ്താവന അത് ഞെട്ടിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് ഇറാനും ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. ഇറാൻ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ അത്തരമൊരു കാര്യത്തിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടരുത് എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കരുതി ബാഹ്യശക്തികളുടെ ഇടപെടൽ അതൊരിക്കലും അനുവദിക്കില്ല എന്നാണ് ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇറാൻ ഈ ഒരു വിഷയം ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഇറാന്റെ UN അംബാസഡറായിട്ടുള്ള അമീർ സെയ്ദ് UN സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആന്റോണിയോ ഗ്ലുട്രസിനെ ഇത് സംബന്ധിച്ച് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഈ കത്തിൽ പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന അത് നിരുത്തരവാദിത്വപരമാണ്. അമേരിക്കൻ ഭീഷണി മൂലമുണ്ടാകുന്ന എല്ലാ പ്രത്യാഘാതങ്ങളും അതിനെല്ലാം ഉത്തരവാദി അമേരിക്ക തന്നെയായിരിക്കുമെന്നാണ് ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രതിഷേധങ്ങളെ ഇറാൻ മീഡിയ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുകൂടെ നമുക്ക് നോക്കാം. ഇറാൻ മീഡിയ പറയുന്നത് വിദേശ മാധ്യമങ്ങളും അമേരിക്കയും ഇത്തരം പ്രതിഷേധങ്ങളെ പെരുപ്പിച്ചു കാണിക്കുകയാണ്. IRNAയുടെ റിപ്പോർട്ട് പ്രകാരം ഇത്തരം ഒരു പ്രതിഷേധം മുഴുവൻ രാജ്യത്തും ഇല്ല. ഇത് ചില നഗരങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നത്. എന്നാൽ സ്ഥിതി അത് നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇറാൻ മീഡിയ തന്നെ പറയുന്നത്. രാജ്യത്ത് യാതൊരുവിധ അടിയന്തരാവസ്ഥയും ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെയാണ് ഇറാനിൽ നിന്ന് അവിടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇറാനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് വളരെയധികം ഇനി വരുന്ന ദിവസങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു വാർത്ത ഇറാനിൽ നിന്ന് തന്നെയാണ്. ഇറാനിൽ പ്രതിഷേധങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ ഗവേഷണ രംഗത്ത് തങ്ങളുടെ മുന്നേറ്റം അത് തുടരുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇറാൻ തദ്ദേശികമായി നിർമ്മിച്ചിരിക്കുന്ന പാർട്ടിക്കിൾ ആക്സിലേറ്റർ ആണ്. അത് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോടോപ്പുകളാണിവ. ഇത്തരം ഒരു ഉപകരണം ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതിലെന്താണ് ഇത്ര കണ്ട് പറയാൻ എന്ന് ചിലർക്ക് തോന്നുമായിരിക്കും. എന്നാൽ ലോകത്ത് ഇത് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയുന്ന 4-5 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇനി ഇറാനും ഉണ്ടാകുക. അതായത് ഇത്ര കണ്ട് സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ ഇപ്പോഴും അവരുടെ ഗവേഷണ രംഗത്ത് അവർ മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതിനിടെ അമേരിക്കയുടെയും ട്രംപിൻ്റെയും ഭാഗത്തു നിന്ന് വീണ്ടും ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ട്രംപ് ഇപ്പോൾ തന്നെ നിരവധി തവണ ഇപ്പോൾ ഇത്തരം ഒരു മുന്നറിയിപ്പ് ഇറാന് നൽകിയിട്ടുണ്ട്. അതായത് സ്ഥിരമായിട്ട് ട്രംപ് പറയുന്നൊരു കാര്യം തന്നെയാണ്,
ന്യൂക്ലിയർ വെപ്പൺ അത് നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാൻ പിൻവാങ്ങണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പിന്നെയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനോട് ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്, തങ്ങൾ യുദ്ധമൊന്നും ആഗ്രഹിക്കുന്നില്ല, എന്നാൽ വികസനം തടയാനായി ആരെയും അനുവദിക്കില്ല എന്നാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഐ എന്ന് പറയുന്ന മാധ്യമമാണ് ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.